വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോട്ടണിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പ്ലാൻ കിങ്ഡം. ആ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും എസ്സേ അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ആൽഗെ കൊണ്ടുള്ള ഉപയോഗം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First one, half of the total carbon dioxide fixation on earth is carried out by algae. Algae ആണ് ഒരു പകുതിയോളം കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ എർത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ആൽഗെ ആണ്. ഓക്കെ, ദേ ആർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. പ്രൈമറി ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ആൽഗെ ആണ്. മെനി സ്പീഷീസ് ഓഫ് പോർഫൈറ ലാമിനേറിയ, ഈ പോർഫൈറ ലാമിനേറിയ തുടങ്ങിയിട്ടുള്ള ആൽഗെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Next one, certain brown and red algae produces large amount of hydrocolloid. Hydrocolloid means water holding substances ആണ്. അപ്പോൾ ചില ബ്രൗൺ ആൻഡ് റെഡ് ആൽഗെ ഈ വാട്ടർ ഹോൾഡിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ബ്രൗൺ ആൽഗെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽഗിനും റെഡ് ആൽഗെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരഗിനും. നെക്സ്റ്റ് വൺ, അഗർ ഒബ്റ്റൈൻഡ് ഫ്രം ജലേഡിയം ആൻഡ് ഗ്രാസിലേറിയ. ഗ്രാസിലേറിയയിൽ നിന്നും ജലേഡിയത്തിൽ നിന്നും ഫോം ചെയ്യുന്ന അഗർ എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഐസ്ക്രീമും അതുപോലെ തന്നെ ജെല്ലിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റൊരു എക്സാമ്പിള് ക്ലോറല്ല, യൂണിസെല്ലുലാർ ആൽഗിയാണ് ക്ലോറല്ല എന്ന് പറയുന്നത്. അത് ഈ സ്പേസ് ട്രാവലേഴ്സ് ഒക്കെ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൽഗയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസസ് എന്ന് പറയുന്നത്. ഓക്കെ, പഠിക്കുന്ന സമയത്ത് എക്സാമ്പിൾ വെച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, നമുക്ക് ആൽഗേനെ 3 ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ക്ലോറോഫൈസിയെ, സെക്കൻഡ് വൺ ഫിയോഫൈസിയെ ആൻഡ് തേർഡ് വൺ റോഡോഫൈസിയെ. ഓക്കെ, അപ്പോൾ ഈ ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ എന്ന് പറഞ്ഞിട്ടുള്ള 3 ഗ്രൂപ്പുകൾ, ഈ 3 ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതേപോലെ തന്നെ എക്സാമ്പിൾ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പാണ് ക്ലോറോഫൈസിയെ എന്ന് പറയുന്നത്. ക്ലോറോഫൈസിയെ വേർഡിൽ തന്നെ ഉണ്ട്, ക്ലോറോ റിലേറ്റഡ് ടു ഗ്രീൻ ആണ്. അപ്പോൾ കോമൺലി കോൾഡ് ഗ്രീൻ ആൽഗെ. ഗ്രീൻ ആൽഗയെ പറയുന്ന പേരാണെന്ത്? ക്ലോറോഫൈസിയെ. ആൻഡ് ദ പ്ലാന്റ് ബോഡി മേ ബി യൂണിസെല്ലുലാർ ആവാം, കൊളോണിയൽ ആവാം, ഓർ ഫിലമെന്റസ്. പിഗ്മെന്റ്സ് ക്ലോറോഫിൽ എ ആൻഡ് ബി പ്രസന്റ്. And the pigment containing chloroplast may be discoid, plate-like, reticulate, cup-shaped, spiral or ribbon-shaped. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിലായിരിക്കുമല്ലോ പിഗ്മെന്റ് ഉണ്ടായിരിക്കുക. ഈ പിഗ്മെന്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റിന് വേരിയസ് ആയിട്ടുള്ള ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഡിസ്കോയിഡ് ആയിട്ട് കാണാം, പ്ലേറ്റ് ലൈക്ക് ആവാം, റെറ്റിക്കുലേറ്റ് ആവാം, കപ്പ് ഷേപ്ഡ്, സ്പൈറൽ ഷേപ്ഡ്, റിബൺ ഷേപ്ഡ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്പിൽ നമുക്ക് ക്ലോറോപ്ലാസ്റ്റിനെ കാണാൻ പറ്റും. ഇനി ക്ലോറോപ്ലാസ്റ്റിന് ഉള്ളിലായിട്ടാണ് ഈ സ്റ്റോറേജ് ബോഡീസ് ആയിട്ടുള്ള പൈറനോയിഡ് കാണാൻ പറ്റുന്നത്. പൈറനോയിഡിലാണ് സ്റ്റാർച്ച്, പ്രോട്ടീൻ, അതേപോലെ തന്നെ ഓയിൽ ഡ്രോപ്ലെറ്റ്സ് തുടങ്ങിയിട്ടുള്ള സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, and they contain a rigid cell wall made up of an inner layer of cellulose and outer layer of pectose. ഇവരുടെ ഇന്നർ ലെയർ എന്ന് പറയുന്നത് സെൽ വാളിന്റെ ഇന്നർ ലെയർ സെല്ലുലോസും കൊണ്ടും ഔട്ടർ ലെയർ പെക്ടോസും കൊണ്ടുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ത്രൂ ഫ്രാഗ്മെന്റേഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ത്രൂ സൂസ്പോർ. സെക്ഷൽ റീപ്രൊഡക്ഷൻ through fusion of gametes ആണ്, and the gametic fusion may be isogamous, anisogamous and oogamous. ക്ലോറോഫൈസി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ചില ആൽഗയ്ക്ക് എക്സാമ്പിൾ ആണ് ക്ലാമിഡോമോണസ്, വോൾവോക്സ്, അലോത്രിക്സ്, കാര, സ്പൈറോഗേറ. The Chlamydomonas, Volvox, Alothrix, Cara, Spirogera. They range from simple branched filamentous form to profusely branched form as kelp. സിമ്പിൾ ആയിട്ടുള്ള ബ്രാഞ്ചിങ് വരുന്ന ആൽഗെ തൊട്ട് ഒരുപാട് ബ്രാഞ്ചിങ് കാണിക്കുന്ന സമൃദ്ധമായിട്ട് ബ്രാഞ്ചിങ്, പ്രൊഫ്യൂസ്ലി എന്ന് പറയുമ്പോൾ സമൃദ്ധമായിട്ട് ബ്രാഞ്ചിങ് കാണിക്കുന്ന കെൽപ്പ്, ഒരു കെൽപ്പ് പറയുന്നത് ഒരു ആൽഗെ വിഭാഗം തന്നെയാണ്. അത്തരത്തിലുള്ള ബ്രാഞ്ചിങ് കാണിക്കുന്ന ആൽഗെ വരെ വരുന്ന ഗ്രൂപ്പാണ് ഫിയോഫൈസി. And they possess chlorophyll A, C, carotenoid and xanthophyll fucoxanthin. Food material സ്റ്റോർ ചെയ്യുന്നത് ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ എന്ന ഫോമിലാണ്. ആൻഡ് ദേ ഓൾസോ ഹാവ് സെല്ലുലോസിക് സെൽ വാൾ കവേർഡ് ബൈ എ ജെലാറ്റിനസ് കോട്ടിംഗ് ഓഫ് ആൽഗിൻ. ഇനി their plant body attached to the substratum. Substratum means എവിടെയാണോ അവർ
അറ്റാച്ച് ചെയ്യുന്നത് റോക്ക് ആവാം, വുഡ് ആവാം, ഏതെങ്കിലും മോയ്സ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിലുള്ള ഏതെങ്കിലും സർഫസ് ആയിരിക്കാം. അതിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റം എന്ന് പറയുന്നത്. ആൻഡ് ദർ പ്ലാന്റ് ബോഡി അറ്റാച്ച്ഡ് ടു ദി സബ്സ്ട്രേറ്റം ബൈ ഹോൾഡ് ഫാസ്റ്റ്. കണ്ടോ, ഈ ഹോൾഡ് ഫാസ്റ്റ് അതായത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഹോൾഡ് ഫാസ്റ്റ്. ആൻഡ് ദേ ഓൾസോ ഹാവ് എ സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് സ്റ്റൈപ്പ് ആൻഡ് എ ഫോട്ടോസിന്തറ്റിക് ഓർഗൻ നോൺ ആസ് ഫ്രോണ്ട്. Hold fast, stalk-like structure type, and a photosynthetic organ frond. Then their vegetative reproduction through fragmentation, asexual reproduction occurs through biflagellate zoos. Sexual reproduction also occurs by the fusion of gametes, and the gametic fusion may be isogamous and oogamous. Example for Phaeophyceae include Ectocarpus, Dictyota, Laminaria, Sargassum, Fucus. Ectocarpus, and this is Dictyota, Laminaria, Sargassum, Fucus. Third group is Rhodophyceae. Rhodophyceae are commonly known as red algae, and they contain the pigments like chlorophyll A, chlorophyll D, and phycoerythrin. Store food material in the form of Floridian starch. Asexual reproduction occurs through non-motile spores. Sexual reproduction occurs through non-motile gametes, and their reproductive structures are non-motile in structure. Example for Rhodophyceae: Polysiphonia, Porphyra, Gracilaria, Gelidium. This is Polysiphonia. They are also in red color. We can identify the algae with their pigment or with their color. Okay, Rhodophyceae means they are in red color. Porphyra, this one is Porphyra, and this is Gelidium. This is Gracilaria. Okay, that's all about the three groups of algae.